എന്ത് പാവം ചെയ്തിട്ടാണോ ഇജാതി തന്തക്കൂലിയൊക്കെ കേൾക്കാൻ പോണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കാരണം ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കൊണ അടിക്കുമ്പോൾ എന്തെങ്കിലും അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു രീതിക്കുള്ള ഒരു തെളിവ് ഇപ്പം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് കാണിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് നിൽക്കണമെന്നാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറയണം. എനിക്ക് ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് മൊത്തം, അല്ലാണ്ട് ഇങ്ങനെയാണ്, അതിന് തെളിവ് പോലുമില്ല. അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടൊരു ന്യൂസാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. വെടികൊള്ളുന്നത് ഇവിടെ മദ്രസകളിൽ, ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിലാണ്. നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക. ഈ പറഞ്ഞ ഞാൻ ഏതെങ്കിലും മദ്രസയിലോ ഏതെങ്കിലും പള്ളികളിലോ നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ നീ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ? നീ വന്നിട്ട് ഈ കൊണ അടിക്കുന്നുണ്ടല്ലോ, ലോകത്തില്ലാത്ത ഈ കൊണ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലോ ഒരു പരിധി കൂടുതലാകുമ്പോൾ ക്ഷമ കേടും എന്നാ പറയണം. നീ എന്ത് കൊണ അടിക്കണതിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? സാധാരണ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകളും കാണിക്കും. ഇവൻ വർഷങ്ങളോളായിട്ട് ഈ കൊണയടി മാത്രമാണ് ഇവിടെ നടക്കുന്നുള്ളൂ. ഇവൻ വന്നിട്ട് ഈ മദ്രസ, ഈ പള്ളി, മദ്രസ, പള്ളി, എടാ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നീ ചെയ്യും. അല്ലാണ്ട് ഇപ്പം എന്തുട്ട് പറയണം? നീ പോയിട്ട് നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നീ കൊണ്ടുപോയിട്ട് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അല്ലാണ്ടല്ല, തെളിവുകൾ ഉൾപ്പെടെ നീ വെച്ചിട്ട് നീ അങ്ങോട്ട് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നീ അത് ചെയ്യും. നിന്റെ തന്തയുടെ വന്നിട്ട് പ്രായമുണ്ട്. നിന്റെയൊക്കെ തന്തക്ക് നമ്മളെ പോലെ ഉള്ളവർ വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ എത്രത്തോളം അധഭാഗ്യനായിരിക്കും, നീ എത്രത്തോളം മന്നം കെട്ടവനായിരിക്കും.